ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ഞാൻ അതിന് വേണ്ടി 1/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് എൻ്റെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ള പീസായാലും മതി. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ഒരു 10 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 5 അല്ലി, പിന്നെ 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഉലുവപ്പൊടിയാണത്. ഉലുവപ്പൊടി ഒരു നുള്ളെടുത്താൽ മതിയാവും, അധികം വേണ്ട. ഒരു കൈപ്രസം വരും. പിന്നെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ലെമൺ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചത് ഈ ചിക്കനിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമുക്ക് ലെമൺ ജ്യൂസും തൈരും കൂടിയും ചേർക്കുമ്പോൾ തൈര് ചേർത്താൽ ചിക്കനിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ. മിനിമം ഇത് 1 അവറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കൂടുതലിരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ അതിലേക്ക് ഞാൻ ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബോൺലെസ് പീസ് വേണമെന്ന് നിർബന്ധമില്ല, എല്ലുള്ള പീസായാലും നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്കിത് കോരിയെടുക്കാം. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.